ഹായ് ഫ്രണ്ട്സ്, ബിബി സോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് വെട്ടുകേക്കാണ്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ചായക്കടയിലും ബേക്കറിയിലൊക്കെ കിട്ടുന്ന വെട്ടുകേക്കാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വീഡിയോ ചെയ്യാൻ എൻ്റെ മകളും കൂടെ ഉണ്ട്. എന്ത് ചെയ്തിട്ട് അവൾ സംസാരിക്കാതിരിക്കാൻ വേണ്ടി കേൾക്കുന്നില്ല. അപ്പോൾ പിന്നെ അവളെയും കൂടെ അങ്ങ് ഇരുത്തി. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. ആ ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്താലേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഒരു 1000 ലൈക്കെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ വെട്ടേക്ക് തയ്യാറാക്കുന്നതിന് അധികം ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ മൈദമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്, റവ, പഞ്ചസാര, 2 മുട്ട, പിന്നെ ഏലക്കയുടെ കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര അടിക്കുന്ന കൂടത്തിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. എത്ര സാധനങ്ങളാണ് നമുക്ക് വെട്ടേക്ക് തയ്യാറാക്കാൻ വേണ്ടത്. അപ്പം നമുക്ക് വെട്ടേക്ക് തയ്യാറാക്കാം. നമ്മൾ മിക്സിയുടെ ജാറ് വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പഞ്ചസാര അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഏലക്കയുടെ കുരുവും കൂടെ ഇട്ട് നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം. മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് വരാം. ഒരു മിനിറ്റ് എടുത്ത് നമുക്കിതൊന്ന് പൊടിച്ച് എടുത്തിട്ട് വരാം. നല്ലതായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ 2 മുട്ടയും കൂടി ഇട്ട് പഞ്ചസാരക്കകത്ത് ഇട്ട് നല്ലതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അളവ് ഗ്ലാസ്സിന് 2 കപ്പ് മൈദയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ അളവൊക്കെ കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ഇതിന് 2 ഗ്ലാസ് മൈദ എടുക്കുന്നുണ്ട്. നമ്മൾ 2 ഗ്ലാസ് മൈദ ചേർത്തിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര അളന്ന ഗ്ലാസ്സാണ്. ഈ ഒരു ഗ്ലാസ് റവയും കൂടെ ചേർക്കുകയാണ്. നമ്മളൊരു 1/4 ടീസ്പൂണ് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയും പഞ്ചസാരയും കൂടെ ഉള്ള മിശ്രിതം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇത് പാകത്തിനായിട്ടുണ്ട്. നല്ലതായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. നമ്മൾ കളർ ചേർക്കാൻ മറന്നുപോയായിരുന്നു. ആ മുട്ടയൊക്കെ അടിക്കുന്ന കൂട്ടത്തിൽ ഫുഡ് കളർ ഇല്ലെങ്കിൽ മഞ്ഞപ്പൊടി ആണേലും മതി. അപ്പോൾ വെട്ടയൊക്കെ നല്ല കളർ വേണമല്ലോ. അപ്പം നമ്മളിത് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് മോള് വഴക്കുണ്ടാക്കിയത് പറയും. നമുക്ക് ഇത് പ്ലേറ്റിനകത്തോട്ട് എടുത്ത് വെച്ചിട്ട് നല്ലതായിട്ട് പരത്തിയെടുക്കാം. നമ്മൾ ഈ പ്ലേറ്റിനകത്ത് നെയ്യ് നല്ലതായിട്ട് മുഴുവൻ ഭാഗത്ത് തന്നെ തൂത്ത് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് നല്ലതായിട്ട് പ്ലേറ്റിനകത്ത് പരത്തിയെടുക്കാം. ഈ സ്പൂണും കൊണ്ട് ഇങ്ങനെ നല്ലതായിട്ട് ലെവലാക്കി എടുക്കണം. കട്ട് ചെയ്തെടുക്കാനുള്ളതല്ലേ. ഇത് നല്ലതായിട്ട് ലെവലാക്കി എടുക്കാം. നമ്മൾ നല്ലതായിട്ട് ഒരേ രീതിയിൽ ലെവലാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്പൂണും കൊണ്ട് ഈ കത്തിയും കൊണ്ട് നമുക്ക് മുറിച്ചെടുക്കാം. നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ പീസ് എടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മൾ ഇത് ഓരോ ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഉണ്ടാക്കി വെക്കാം. നമ്മൾ ചെറിയ വട്ടയൊക്കെ ഉണ്ടാക്കുന്നത് ഒത്തിരി വലിപ്പമുള്ളതല്ല. അപ്പം ഞങ്ങളിപ്പോൾ ഒരു സൈഡ് മാത്രമേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. നമുക്കിത് എണ്ണ നമ്മൾ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. എങ്ങനെ വേണേലും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് നമുക്ക് വെട്ടയൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ സിമ്മിലിട്ടിട്ടാണ് ചെയ്യുന്നത്. എണ്ണ നല്ലതായിട്ട് തിളച്ചാണ്. നമ്മൾ ചെറു തീയിലിട്ടിട്ട് പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒത്തിരി തീയായി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വേറൊരു കളറായി മാറും.
നമ്മുടെ വെട്ടേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഒത്തിരി സമയം എടുക്കുന്ന പരിപാടിയൊന്നുമല്ല. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ്. അടുത്ത് നമ്മൾ ഡിസൈൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ക്രോസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കിത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വെട്ടേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വെട്ടേക്കാണ്. അപ്പോൾ ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. അപ്പോൾ നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറാണ്, നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.